അസ്സലാമു കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കം കിട്ടുന്നതിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അറിവുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കും ഉറക്കം കിട്ടാത്ത പല സമയങ്ങളിൽ ഈ ദിക്റും സൂറത്തും ഞാൻ പതിവാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുമുണ്ട്. അൽഹംദുലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ ഗാറത്തിൻ നുജൂമു വഹദാഅത്തിൽ ഉയൂനു വഅൻത ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം യാ ഹയ്യു യാ ഖയ്യൂം അഹ്ദി ലൈലി വആനിം ഐനി എന്ന് 3 വട്ടം ചൊല്ലണം. ഇങ്ങനെ 3 വട്ടം ഓതിയാൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകും. ഇനി പറ്റുവാണെങ്കിൽ സൂറത്തുൻ നബ, ചെറിയ സൂറത്താണ്, 5 മിനിറ്റ് ഓതാൻ മതിയാകും. ഇതും ഓതി ബെഡിൽ കിടക്കുമ്പോൾ ആ സൂറത്തിലെ തന്നെ ചെറിയൊരു ആയത്തുണ്ട്, 9ാമത്തെ ആയത്ത്, വജഅൽനാ നൗമകും സുബാത എന്ന് നമ്മൾ ചൊല്ലി നമ്മൾ അങ്ങനെ കിടക്കണം. അറിയാതെ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകും. നല്ല സുഖമായ ഉറക്കം അത് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് അത് നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇനി തീരെ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരാം. 1ാമത്തെ ടിപ്പ്, നല്ല ആത്മാർത്ഥമായി മനസ്സും ശരീരവും ഏക ഇലാഹായ അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കണം. കാരണം നമസ്കാരം ഒരു വിശ്വാസം മാത്രമല്ല, നല്ലൊരു യോഗവും എക്സസൈസും കൂടിയാണ്. 2, ഖുർആൻ പാരായണവും സ്വലാത്തും വർദ്ധിപ്പിക്കുക. ഇതെല്ലാം നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതാക്കും. 3, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്നും ഇതിൻ്റെ ഗുണം നമുക്ക് ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. 4ാമത്തെ കാര്യം, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിരിക്കണം. അതായത് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തിരി വൈകിക്കിടന്നാലും നമ്മൾ എന്നും ഉണരുന്ന സമയത്ത് തന്നെ ഉണരണം. 5ാമത്തെ കാര്യം വളരെ എഫക്റ്റീവായ ഒന്നാണ്. മിനിമം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും രാവിലെ എക്സസൈസ് ചെയ്യണം. ഇത് ശരീരത്തെ ക്ഷീണം അനുഭവപ്പെടുത്തുകയും സ്ട്രെസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 6ാമത്തെ കാര്യം, വീട്ടിൽ എല്ലാ ജോലികളിലും ഇൻവോൾവ് ചെയ്യുക. പിന്നെ നെഗറ്റീവ് അടിക്കുന്ന ഏതെങ്കിലും കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. 7, രാത്രികാലങ്ങളിലുള്ള കോഫി, ചായ ഒഴിവാക്കുക. കാരണം ഇത് തലച്ചോറിനെ ഉണർവേകുന്നതാണ്. ഇത് ഉറക്കത്തെ ഇല്ലാതാക്കും. 8, ബെഡ്റൂമും ബെഡും നല്ല നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിക്കുക. പിന്നെ ലൈറ്റും സൗണ്ടും കുറവാക്കുക. പകൽ സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് ശരീരത്തെ തണുപ്പിക്കും. രാത്രി കുടിക്കണ്ട. രാത്രി ഒലോടുകൂടി കിടക്കുക. അപ്പോൾ തന്നെ ഈ ദിക്റും സൂറത്തും ഓതാൻ മറക്കല്ലേ. ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതാണ്. നമ്മൾ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കാരണം ആ സമയത്തുള്ള ചാറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ആലോചിച്ച് തന്നെ നമ്മൾ കിടക്കും. അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല. ഇനി ലാസ്റ്റ് ടിപ്പ്, മാക്സിമം ഫോൺ ഹാളിൽ വെക്കാൻ നോക്കുക. ഇനി റൂമിൽ തന്നെ വെക്കുകയാണെങ്കിൽ കയ്യെത്താത്ത അകലത്തിൽ വെക്കുക. അങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം എത്രയായി എന്ന് ചെക്ക് ചെയ്യും. ഇത് ഇല്ലാതാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്.
മാത്രവുമല്ല, മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് നമ്മുടെ ഉറക്കം ഇല്ലാതാക്കും. അനാവശ്യ കാര്യങ്ങൾക്കും അനാവശ്യ ചിന്തകൾക്കും വേണ്ടി അള്ളാഹു നൽകിയ ആരോഗ്യം, സൗന്ദര്യം ആരും തന്നെ കളയരുത്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങണം. എന്നാലേ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും നല്ല സുഖമായ ഉറക്കം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.